ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇപ്പം ഞാൻ ഓരോ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൺഡേ തൊട്ട് ഈസ്റ്ററിന് വേണ്ടി നിങ്ങൾക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഡിഷസിൻ്റെ റെസിപ്പിയാണ്. ഫ്രൂട്ട് സാലഡായി, കൊഞ്ച് റോസ്റ്റായി, ബിരിയാണിയായി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല ഒരു ചിക്കൻ സ്റ്റ്യൂ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് 750 ഗ്രാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനും, വലിയ ഉള്ളി ഒരു 2 എണ്ണം, അതായത് 2 വലുതാണ്, 300 ഗ്രാം ഉണ്ടായിരുന്നു ആ 2 വലിയ ഉള്ളി. പിന്നെ പച്ചമുളക് ഒരു മീഡിയം സൈസിലുള്ള ഒരു 9 എണ്ണം. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോണേ. ഇത് വലിയ എരിവില്ലാത്ത മുളകായിരുന്നു, അതുകൊണ്ട് 9 എണ്ണം നടുവേ മുറിച്ചതെടുത്തിട്ടുണ്ട്. വെള്ളിയുള്ളി തീരെ അങ്ങ് ഘനം കുറച്ച് മുറിക്കണമെന്നില്ല, അത്യാവശ്യം ഇച്ചിരി ഘനത്തിലാണ് മുറിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഇഞ്ചി 1.5 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, പിന്നെ വെളുത്തുള്ളി അല്ലി ഒരു 5 വലിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കറുവാപ്പട്ട 1 ഇഞ്ചിൻ്റെ 3 പീസ്, ഗ്രാമ്പു 5 എണ്ണം, ഏലക്ക 5 എണ്ണം, മീഡിയം വലിപ്പത്തിലുള്ള ടൊമാറ്റോ 1.5, 2 വലിയ പൊട്ടറ്റോ ചെറുതായിട്ട് മുറിച്ചത്, ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ 2.5 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, 1-ാം പാലും 2-ാം പാലും എടുക്കാനായിട്ട്. പിന്നെ പൊടികളായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്, ആ നടുക്കുള്ള പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. പിന്നെ ഇതല്ലാതെ വേണ്ടത് ഉപ്പും എണ്ണയും കൂടിയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നിക്കുന്നുണ്ടായിരിക്കും സ്റ്റ്യൂവിലെ കറിവേപ്പില വേണ്ടതെന്ന്. ഞാൻ സ്റ്റ്യൂവിലും ഫിഷ് മോളിയിലും ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും കറിവേപ്പിലയോ മല്ലിയിലയോ യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോൾ അമ്മച്ചി വീട്ടിലുണ്ടാക്കുമ്പോഴും അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കറിവേപ്പില യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, മല്ലിയിലയും. അതുകൊണ്ട് സ്റ്റ്യൂവും ഫിഷ് മോളിയും ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും ഞാൻ അത് രണ്ടും ചേർക്കാറില്ല. ഇപ്പം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് മസാലകൾ ഇട്ടു. ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക്, അത് ഒരുപാട് അങ്ങ് മൂക്കാനിടയാവരുത്, അതിലോട്ട് ഒരു ഇച്ചിരി ഘനത്തിൽ തന്നെ മുറിച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 9 പച്ചമുളകിൻ്റെ നടുവേ കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയും എൻ്റെ ചാനലും ഒക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് അവസാനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവസാനം വരെ കാണുമോ ഇല്ലയോ എന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഓർക്കുമ്പോഴെങ്കിലും ആദ്യമേ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പികൾ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഇത് ഫിഷ് മോളി, നമ്മുടെ സ്റ്റ്യൂവ്, ഇങ്ങനെയുള്ളതിലൊന്നും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ട് ഒന്ന് ചതച്ചിടുകയോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുറിച്ചിടുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട കേട്ടോ, ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ഒതുങ്ങി കഴിയുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള, ഇപ്പം ദേ ഒരുമാതിരി ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതിലേക്ക് മുറിച്ച ക്യാരറ്റും പൊട്ടറ്റോയും ചിക്കനും ഇട്ടൊന്ന് വഴറ്റണം. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു അപ്പത്തിൻ്റെയും വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെയും കൂടെ, വെജിറ്റബിളും മുട്ടയും സ്റ്റ്യൂവിൻ്റെയും കൂടെ ഒരു റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. അത് ഒരുപാട് പേര് കണ്ട്, ഒരു 3 ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വീഡിയോയുടെയും താഴെ ഞാൻ കറക്റ്റ് റെസിപ്പി എഴുതാറുണ്ട്. ആ റെസിപ്പിയുടെ താഴെയായിട്ട് ഞാൻ അന്നുണ്ടാക്കിയ അപ്പത്തിൻ്റെയും സ്റ്റ്യൂവിൻ്റെയും ലിങ്ക് പിൻ ചെയ്തേക്കാം. അപ്പം നിങ്ങളത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. പിന്നെ നാളെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ തരത്തിൽ, അതുപോലെയോ അതിനേക്കാട്ടിൽ ഒരു പടി മേലെ നിൽക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നാളെ ഞാൻ ഇടുന്നത്. നല്ല തൂവെള്ള നിറത്തിൽ വളരെ സോഫ്റ്റായിട്ടുള്ള പാലപ്പം. അത് നിങ്ങൾ കാണാൻ മറക്കില്ല കേട്ടോ, നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും. മറ്റേ വീഡിയോ ആണെങ്കിലും, ആദ്യമിട്ട അപ്പത്തിൻ്റെയും സ്റ്റ്യൂവിൻ്റെയും വീഡിയോ ആണെങ്കിലും ഒരുപാട് നല്ല കമൻസ് കിട്ടിയ വീഡിയോയുമാണ്. ഒരുപാട് പേര് എന്നോട് വിളിച്ച് പറയുകയും ചെയ്തു വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന്. ഇനിയിപ്പം നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കലിലോട്ട് തന്നെ തിരിച്ചു വരാമേ. ഇപ്പം നിങ്ങൾ ആ ചിക്കൻ പീസസ് കണ്ടാൽ അറിയാലോ, ഇങ്ങനെ കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു 1/4 ഭാഗത്തോളം ഇപ്പം തന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ആ മസാലകളൊക്കെ നന്നായിട്ട് അതിലോട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. ചിക്കൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു മസാലകളുടെ ടേസ്റ്റ് കയറും ഇങ്ങനെയിട്ട് ഇതെല്ലാം കൊണ്ടൊന്ന് വഴറ്റുമ്പോഴേക്ക്. പിന്നെ നമ്മളിപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ തേങ്ങയുടെ അളവ് പറഞ്ഞല്ലോ, 2.5 കപ്പാണ്. 2.5 കപ്പ് തേങ്ങയിൽ 1.5 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാണ് 2-ാം പാൽ എടുത്തിരിക്കുന്നത്. 1-ാം പാൽ എടുത്തിരിക്കുന്നതും ചെറിയ ചൂടുള്ള 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും.
ചെറിയ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ചാറ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഈ പാക്കറ്റ് പാൽ മേടിക്കില്ലേ, പാക്കറ്റ് പാലും ഞാൻ ചിലപ്പം യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് പക്ഷേ ഞാൻ ചേർത്തിരിക്കുന്നത് വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടെ ചേർത്താണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പ് ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ ഞാൻ ക്യാരറ്റും പൊട്ടറ്റോയും വെന്തോന്ന് നോക്കി. പൊട്ടറ്റോ വെന്തിട്ടുണ്ട്, പക്ഷേ ക്യാരറ്റ് വെന്തിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും അടച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വെക്കുന്നത്. ഇപ്പം പിന്നെ ഞാൻ തേങ്ങാപ്പാലിൻ്റെ കാര്യം പറയാം. തേങ്ങാപ്പാലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ലേ നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും എന്തോ എന്ന് നോക്കാൻ പോയത്. ഇപ്പോൾ ഇതേ ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ് അത് രണ്ടും വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പം രണ്ടും പാകത്തിന് വെന്തിട്ടുണ്ട്. പൊട്ടറ്റോ ആദ്യമേ വെന്തായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റ് പാൽ ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങാപ്പാൽ തന്നെ എടുക്കാം. തിളച്ച വെള്ളം ഒഴിക്കുന്നതിലും നല്ലത് എന്തായാലും പാക്കറ്റ് പാൽ ഒഴിക്കുന്നതാണ്. ഇപ്പോൾ അതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മൾ എടുത്ത 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഞാൻ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന അപ്പത്തിൻ്റെയും സ്റ്റ്യൂവിൻ്റെയും റെസിപ്പിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, എഗ്ഗും വെജിറ്റബിളും കൊണ്ടുള്ള സ്റ്റ്യൂ. അത് വെള്ള കളറിലുള്ള സ്റ്റ്യൂ ആണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്ലേവറുണ്ട്. പക്ഷേ ഇതിന് ഒരു സ്പെഷ്യൽ ഫ്ലേവറുണ്ട്, കാരണം ഈ മസാലകളൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ. നമ്മൾ കുരുമുളക് പൊടിയൊന്നും ചേർക്കത്തില്ലായിരുന്നു, പിന്നെ ഇനി ഇതിലേക്ക് ടൊമാറ്റോ ചേർക്കുന്നുണ്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം ഈ സ്റ്റ്യൂവിനുണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ സ്റ്റ്യൂവിലോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ ടൊമാറ്റോ മുറിച്ചതാണ്. അത് തീരെ അങ്ങ് ചെറുതാക്കണ്ട, ഒരു 6 8 മുറിച്ചിട്ടാൽ മതി. അപ്പോൾ അത് ഒരുപാടങ്ങ് വേവാനും നിൽക്കണ്ട. അത് കുറച്ചൊന്ന് തക്കാളിയായിട്ട് തന്നെ കിടക്കുന്നതാണ് കാണാനും ഭംഗി. പിന്നെ അതിൻ്റെ പുളി ഒരുപാട് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ചെറിയ ഒരു പുളി വേണം താനും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1.5 തക്കാളി, ഇതൊരു വലുതല്ലായിരുന്നു കേട്ടോ, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു 1.5 തക്കാളിയായിരുന്നേ. നിങ്ങൾക്ക് ഒന്നാം പാലിനകത്ത് ഇപ്പം ഞാൻ എടുത്തത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്, അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആ തേങ്ങാപ്പാലിലോട്ട് കലക്കി ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. നിങ്ങൾക്ക് കോൺഫ്ലവറിന് പകരം ഒരു 15 കാഷ്യൂ നട്ട്സ് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലായാലും മതി. അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ ഒന്നാം പാലിനകത്ത് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, കുറേ കൂടെ നല്ല രുചിയാണ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം കാഷ്യൂ നട്ട്സ് അരച്ച് ചേർക്കുന്നില്ല, കോൺഫ്ലവറേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാം പാല് ഇത്രയും വറ്റിക്കാതെ തന്നെ ഒന്നാം പാൽ ഒഴിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ചാറ് കിട്ടും. പക്ഷേ ഞാൻ ഇത്രയും വറ്റിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മസാലകളുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ആ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കുമല്ലോ. പക്ഷേ ഒരു കാരണവശാലും ഓവർ കുക്ക്ഡ് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ചകിരി പോലെയാകും. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചാറ് കുറുകാനായിട്ട് കാഷ്യൂ നട്ട്സ് ആണ് അരച്ച് ചേർക്കുന്നതെന്നുണ്ടെങ്കിലും കോൺഫ്ലവർ ആണ് കലക്കി ചേർക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, പെട്ടെന്ന് തുടക്കക്കാർക്ക് വേണ്ടി പറയുകയാണ്, പെട്ടെന്ന് അങ്ങ് കുറുകുകയില്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കണം. എന്നാലും ഒരുപാട് അങ്ങ് കുറുകാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിക്കായി എന്ന് തോന്നുമ്പം തന്നെ നമ്മളങ്ങ് നിർത്തുന്നതാണ് നല്ലത്. കാരണം ഒരുപാടങ്ങ് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുക്കുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിപ്പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുറുകിയെന്ന് തോന്നുമ്പം തന്നെ നമുക്കത് നിർത്തി കഴിഞ്ഞാൽ തണുക്കുമ്പം ആവശ്യത്തിനുള്ള ആ ഒരു തിക്നെസ് കാണും. ഇപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ്. ആദ്യം ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം നമ്മൾ ഓയിലിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തതാണ്. പക്ഷേ എന്നാലും അത് ഇതിനകത്ത് കിടന്ന് ഇത്രയും നേരം തിളക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ ഫ്ലേവർ ഇച്ചിരി ഒന്ന് കുറയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ, ഇവിടെ നല്ലോണം ചാറ് വേണം അപ്പത്തിനായാലും ഉപ്പുട്ടിനായാലും ഒക്കെ. അപ്പോൾ ഇത്രയും ചാറ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് വറ്റിക്കഴിഞ്ഞല്ലോ, ആ വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്ട്രാ ആ ഒരു ഒന്നാം പാൽ മാത്രം ഒഴിച്ചാൽ മതി. പിന്നെയും നമ്മൾ വെള്ളത്തിൽ കലക്കി പൊടികൾ കലക്കി ഒഴിക്കുകയോ പാലൊഴിക്കുകയോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്കവാറും നാളെ അപ്പത്തിൻ്റെ സ്റ്റ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ ഷുവറായിട്ട് വിടും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ കൂട്ടത്തിൽ ആ സ്റ്റ്യൂവും ഒന്ന് സെർവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുവാണേ. അപ്പോൾ ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ഈസ്റ്ററിന് വേണ്ടിയുള്ള വിഭവങ്ങളുടെ 4ാമത്തെ ദിവസവും കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി നാളെ കാണാം. താങ്ക്